എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് കഴിയുമ്പോൾ നമ്മളതെടുത്ത് കളയാറുണ്ട്. അപ്പം അത് വെച്ചിട്ട് നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്തത് തന്നെ ആയിരിക്കണം. ഇനി നമുക്കിത് രണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്നാക്കിന്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ ഏത്തപ്പഴത്തിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ തേങ്ങയുടെ അളവ് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ അളവ് കൂടുന്തോറും നമ്മുടെ സ്നാക്കിന് ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയുകയില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കപ്പിൽ ഒരു 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ റവ എടുക്കുമ്പോൾ വറുത്ത റവ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എടുത്ത 1/2 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് റവയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ഇവിടെ ഇരുന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പം ചെറിയൊരു ചൂടോടുകൂടെ തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സിയിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുക്കുക. എന്നിട്ട് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് വീണ്ടും തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്നാക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും എടുക്കുന്നില്ല. അതുപോലെ തന്നെ കഴിക്കാനാണേലും നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം വെച്ച് വളരെ എളുപ്പത്തിലുണ്ടാക്കിയെടുത്ത സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ പുറം വശമൊക്കെ നമ്മൾ റവ ചേർത്തതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം ഉൾവശമൊക്കെ നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു അളവിനൊരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം.
അതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.